ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള സെറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാവരും ഒന്ന് നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കാം. ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, മാത്സ് പഠിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായൊരു കാര്യം ആണ് എന്നുള്ളതാണ്. ഇതൊരു പ്രയാസമുള്ള ടാസ്ക് അല്ല. അതിൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകുന്ന ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ മാത്രമുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ചാപ്റ്റർ പേര് സെറ്റ്സ് എന്നാണ്. സെറ്റ്സ്. സാധാരണ നമ്മൾ ചെയ്യുക, ഡെഫിനിഷനിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. കാര്യം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഡെഫിനിഷൻ ഉപയോഗിക്കാം. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ക്ലാസ് പോകുന്നത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതായത് എക്സാമിനേഷൻ അങ്ങനത്തൊക്കെ എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്, പിന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള സ്റ്റൈലാണ് ക്ലാസ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് നമ്മൾ ഡെഫിനേഷനിലൊന്നും അധികം അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട. കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഡെഫിനേഷൻസ് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ദ ഫസ്റ്റ് ഡെഫിനിഷൻ ഈസ് a well-defined collection. Okay, well-defined collection. Set. A set is defined as a well-defined collection. Well-defined collection. We have two special words here. The first one is well defined and the second one is collection. Okay, രണ്ട് പ്രത്യേക വാക്കുകളാണ് ശ്രദ്ധിക്കാവുന്ന ഡെഫിനിഷനിൽ. ഒന്ന് വെൽ ഡിഫൈൻഡ് എന്നുള്ള വാക്കാണ്, രണ്ടാമത്തത് കളക്ഷൻ എന്നുള്ള വാക്കാണ്. ഇത് യു ആർ ഫെമിലിയർ വിത്ത് ദ വേർഡ് കളക്ഷൻ. എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് കളക്ഷൻ. കളക്ഷൻ എന്ന് വെച്ചാൽ ഒരു കൂട്ടം എന്നാണ്. ശേഖരിച്ച് വച്ചിരിക്കുന്ന സാധനങ്ങളുടെയോ വസ്തുക്കളുടെയോ നമ്പേഴ്സിൻ്റെയൊക്കെ കൂട്ടം കളക്ഷനാണ് ആദ്യത്തെ വേർഡ്, കളക്ഷൻ. അപ്പോൾ എല്ലാ കളക്ഷൻസും സെറ്റാവില്ല. സെറ്റാവണമെങ്കിൽ ആ കളക്ഷന് ഈ പ്രോപ്പർട്ടി വേണം. ഏതാ പ്രോപ്പർട്ടി? വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അപ്പോൾ നമ്മൾ പരിചയപ്പെടേണ്ട മീനിങ്, വെൽ ഡിഫൈൻഡ് എന്നുള്ള വാക്കിൻ്റെ മാത്തമാറ്റിക്കൽ മീനിങ് ആണ്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് മാത്തമാറ്റിക്കൽ മീനിങ് ആണ് വേണ്ടത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു കളക്ഷൻ ഡിഫൈൻ ചെയ്തു, അതിനുശേഷം ഒരു പ്രത്യേക ഓബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റ് ഈ കളക്ഷനിൽ പെടുന്ന ഓബ്ജക്റ്റാണോ അല്ലെങ്കിൽ ഈ കളക്ഷനിൽ പെടാത്ത ഒബ്ജക്റ്റാണോ എന്ന് സംശയം ഒന്നും ഇല്ലാതെ പറയാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ആ കളക്ഷൻ നമ്മൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ കളക്ഷൻസ് രണ്ട് തരമുണ്ട്. ഒന്ന് വെൽ ഡിഫൈൻഡ് കളക്ഷൻസ് ആൻഡ് ദ അതർ വൺ കളക്ഷൻസ് വിച്ച് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. അതിൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻസിൻ്റെ പേരാണ് സെറ്റ്. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നുള്ള ഫ്രേസിൻ്റെ മീനിങ് ആണ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ്? എ കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. ഇതൊക്കെ നമ്മൾ തന്ന നോട്ട്സിലുണ്ട്. എ കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ് if we are able to decide whether a particular object is a member or an element of that collection. എക്സാമ്പിളായിട്ട് ഞാനൊരു കളക്ഷൻ ഡിഫൈൻ ചെയ്യുന്നു.
ഇത് നോട്ടിൽ തന്നിട്ടുള്ള കളക്ഷനാണ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 10 or the collection of all divisors of 10. ഫാക്ടേഴ്സ് എന്നുള്ള വാക്ക് തന്നെയാണ് ഡിവൈസർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ 10 എന്ന സംഖ്യയുടെ എല്ലാ ഘടകങ്ങളുടെയും കളക്ഷൻ. ഇപ്പോഴും നമ്മൾ സെറ്റിലേക്ക് എത്തിയിട്ടില്ല, ആദ്യം നമ്മൾ കളക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ the factors of 10, which are they? 10ന്റെ ഘടകങ്ങൾ. The first factor of 10 is 1. The second factor is 2. Third factor is 5. And last factor is 10. ഇതിപ്പോൾ കാണുമെന്ന് സംശയമുണ്ട്. താഴേക്ക് എത്തരാം. The factors of 10. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് കരുതുന്നു. ഫാക്ടർ എന്ന് വെച്ചാൽ 10ന്റെ ഘടകങ്ങൾ എന്ന് വെച്ചാൽ 10നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് കൊണ്ട് 10നെ ശിഷ്ടമൊന്നും വരാതെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ നമ്പേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10ന്റെ ഫാക്ടേഴ്സ് 1, then 2, then 5 and 10. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കളക്ഷൻ. ദ കളക്ഷൻ ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 10. They are 1, 2, 5 and 10. Okay. Now, you have to examine whether this collection is well defined or not. ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ നമ്പേഴ്സാണ്. ഇതിൽ ഈ കളക്ഷനിൽ 4 ഒബ്ജക്റ്റുകളാണുള്ളത്. ഒബ്ജക്റ്റ് എന്ന് പറയും, മെമ്പേഴ്സ് എന്ന് പറയും, എലമെൻറ്റ് എന്ന് പറയും. അങ്ങനെ 3 വാക്കുകളുണ്ട്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെമ്പർ അല്ലെങ്കിൽ എലമെൻറ്റ്. അതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മെമ്പർ, എലമെൻറ്റ് എന്നീ 2 വാക്കുകളാണ്. അപ്പോൾ ഇതിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് 1, 2, 5 and 10. ഇനി ഇത് വെൽ ഡിഫൈൻഡ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആ രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കാം. ആ ഒബ്ജക്റ്റ് ഇതിൽ വന്നിരിക്കുന്നത് പോലെ നമ്പേഴ്സ് തന്നെ ആവണം എന്നൊന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഐ ടേക്ക് this object, a piece of chalk. Then ഈ ചോക്കിൻ്റെ കഷ്ണം ഈ എലമെൻറ്റിലെ മെമ്പറാണോ അല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സാമിൻ ചെയ്യണം. ചോക്ക് ഇതിലുണ്ടോ നോക്കാം. ഇല്ല, ഇതിലൊന്നും ചോക്ക് കാണാനില്ല. ഇതിൽ നമ്മൾ കാണുന്നത് 1, 2, 5, 10 എന്നീ 4 നമ്പേഴ്സ് മാത്രമാണ്. സോ this piece of chalk is not a member of this collection. വേറെ എലമെൻ്റ് എടുക്കുന്നു, 3 എടുക്കുന്നു. 3 is an object. നമ്മൾ വിചാരിക്കുമ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് കാണാനും തൊടാനൊക്കെ പറ്റിയ സാധനങ്ങളാണ്. പക്ഷേ മാത്സിൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്തും ആവാം. പക്ഷേ പൊതുവേ മാത്സ് പഠിക്കുമ്പോൾ വരുന്ന ഒബ്ജക്റ്റുകൾ നമ്പേഴ്സ്, സിംബൽസ്, ലെറ്റേഴ്സ് എന്നൊക്കെയാണ്. നമ്മൾ പീസ് ഓഫ് ചോക്ക് എന്നൊന്നും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വരില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം വരുന്ന ഓബ്ജക്റ്റുകൾ ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ XYZ അങ്ങനെയുള്ള സിംബൽസ് ഒക്കെ ആവും സാധാരണ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടു, ചോക്ക് എന്നുള്ള ഒബ്ജക്റ്റ് എടുത്തപ്പം ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ദിസ് കളക്ഷൻ. Now we take the element 3. What about 3? Is 3 an element of this collection? No. 3 is not here. We have only 4 numbers here or 4 members or elements here, but 3 is not a member of this collection. What about
5. What about 5? Is 5 an element of this collection? 5 ഈ എലമെന്റിലെ ഈ കളക്ഷനിലെ എലമെന്റ് ആണ്. 5 is an element of this collection. 5 ഇവിടെ ഉണ്ട്. 5 ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ഒബ്ജക്റ്റുകൾ എടുത്തു. ആദ്യം എടുത്തിരിക്കുന്നത് പീസ് ഓഫ് ചോക്ക്, രണ്ടാമത് എടുത്തിരുന്നത് 3, മൂന്നാമത് എടുത്തിരുന്നത് 5. ഓരോ തവണയും നമ്മൾ ഈ എലമെൻറ്റുകൾ ഇതിൽ പെട്ടതാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഓരോ തവണയും നമുക്ക് സംശയമൊന്നും ഇല്ലാതെ പറയാൻ പറ്റി ഇന്ന എലമെൻറ്റ് അതിലുള്ളതാണ്, ഇന്ന എലമെൻറ്റ് അതിൽ ഇല്ലാത്തതാണ് എന്നൊക്കെ. ചോക്കും 3യും ആയപ്പം ആ കളക്ഷനിൽ ഇല്ല എന്നും 5 എടുത്തപ്പം അത് ആ കളക്ഷനിൽ ഉണ്ടെന്നും കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട്. സംശയമൊന്നും അവിടെ ഇല്ലാർക്കും. ഇനി ലോകത്തിൽ ഏത് വ്യക്തി വന്ന് ഇങ്ങനെ ചെയ്താലും ഏത് എലമെൻറ്റ് ചോക്കും 3യും 5 എന്നാണെന്നില്ല, ഈ ലോകത്ത് കാണുന്ന ഏത് എലമെൻറ്റും ആവാം, നമ്പേഴ്സ് ആവാം, സിമ്പിൾസ് ആവാം, നമ്മൾ സാധാരണ ചുറ്റുപാടും കാണുന്ന ഏതെങ്കിലും വസ്തുക്കളാവാം, എന്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് സംശയം ഇല്ലാതെ, അതാണ് നമ്മൾ നോട്ട്സിൽ ബിയോണ്ട് ഡൗട്ട് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സംശയം ഒന്നും കൂടാതെ ഒരു എലമെൻ്റ് അതിലുണ്ടോ ഇല്ലെന്ന് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ കളക്ഷനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. ഇതാണ് വെൽ ഡിഫൈൻഡ് എന്നുള്ള ഫ്രേസിൻ്റെ മീനിങ്. എ കളക്ഷൻ ഈസ് കോൾഡ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഇഫ് വി ആർ ഏബിൾ ടു ഡിസൈഡ്, നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി കഴിയണം. ഏബിൾ ടു ഡിസൈഡ് വെദർ എ പർട്ടിക്കുലർ ഓബ്ജക്റ്റ് ലൈക്ക് ദിസ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ ഓർ നോട്ട്. ഈ കളക്ഷനിൽ പെടുന്നതാണോ അല്ലേ എന്ന് സംശയമൊന്നും കൂടാതെ തീരുമാനിക്കാൻ പറ്റും എങ്കിൽ ആ കളക്ഷൻ്റെ പേരാണ് വെൽ ഡിഫൈൻഡ്. സോ ദിസ് കളക്ഷൻ ഈസ് എ വെൽ ഡിഫൈൻഡ് collection. The collection of all factors of 10 is a well-defined collection. Is a well-defined collection. So, what we have seen is this collection is a well-defined collection. Our second example is second or first. Yes, our second example is the collection of, you have seen it or in a notebook. The second example is the collection of 5 most beautiful flowers. 5 most beautiful flowers. If one student is asked to form this collection, he may include rose, lotus, lily, changing rose, bougainvillea. That may be his collection. Okay. If another student is asked to form this collection, sometimes rose may not be in his collection. പറഞ്ഞ മനസ്സിലായോ? അതായത് 5 മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ഏറ്റവും സുന്ദരമായ 5 ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ ആവശ്യപ്പെടാമെന്ന് വിചാരിച്ചോ. അപ്പം ബിയോണ്ട് ക്ലാസ്സിലെ ഒന്നാമത്തെ കുട്ടി ഒരു കളക്ഷൻ ഉണ്ടാക്കും. അതിൽ ഒരു പക്ഷേ റോസ് ഉണ്ടാവാം. രണ്ടാമത്തെ കുട്ടിയുടെ ഒരു കളക്ഷൻ ഉണ്ടാകും 5 ഫ്ലവേഴ്സിൻ്റെ. 5 വെറും ഫ്ലവേഴ്സ് അല്ല, ഏറ്റവും ഭംഗിയുള്ള 5 ഫ്ലവേഴ്സ്. രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന കളക്ഷനിൽ ഒരു പക്ഷേ റോസ് ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം? കാരണം ഈ ബ്യൂട്ടി ഈസ് എ ക്വാളിറ്റി. ബ്യൂട്ടി ഈസ് എ ക്വാളിറ്റി. ആ ക്വാളിറ്റിയിലെ ബേസിലാണ് നമ്മൾ ഈ കളക്ഷൻ ഉണ്ടാകുന്നത്. സോ
ബ്യൂട്ടി അളക്കാനുള്ള അളവുകോലുകൾ, ക്രിറ്റീരിയ എന്ന് പറയും, അളവുകോലുകൾ ഓരോ കുട്ടിക്കും വ്യത്യസ്തമാണ്. അപ്പോൾ റോസ് എന്ന പൂവിനെ ഭംഗിയുള്ളതായിട്ട് കാണുന്ന കുട്ടി, അല്ലെ ഏറ്റവും ഭംഗിയുള്ള 5 പൂക്കളിൽ ഒന്നായിട്ട് ഒരു കുട്ടി കാണുമ്പോൾ, റോസിനെ ഏറ്റവും ഭംഗിയുള്ള 5 പൂക്കളിൽ ഒന്നായിട്ട് വേറെ കുട്ടി കാണണമെന്നില്ല. അപ്പോൾ ഈ കളക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് യുണീക്ക് അല്ല. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒരേപോലെയല്ല ആ കളക്ഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കുട്ടിയോട് ഞാൻ റോസ് കാണിച്ചിട്ട് വെദർ ദിസ് ഓബ്ജക്റ്റ് ബിലോങ് ടു ദ കളക്ഷൻ ഓർ നോട്ട് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കുട്ടി യെസ് എന്നും രണ്ടാമത്തെ കുട്ടി നോ എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം യുണീക്ക് അല്ല. നേരത്തെ ഉണ്ടാക്കിയ കളക്ഷനിലോ ഈ കളക്ഷൻ ഡിവൈസസ് ഓഫ് 10 എന്നുള്ള കളക്ഷൻ ലോകത്തിൽ എവിടെ പോയിട്ട് പരിശോധിച്ചാലും ഏത് വ്യക്തി പരിശോധിച്ചാലും അതിൽ 3 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും 5 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഒക്കെയാണ് ഉത്തരം കിട്ടുക. അതിന് യാതൊരു മാറ്റമില്ല. അത് സബ്ജക്റ്റീവ് അല്ല. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് സബ്ജക്റ്റീവ്. ഒരു വ്യക്തിക്കനുസരിച്ച് അത് മാറുന്നില്ല. പക്ഷേ രണ്ടാമത്തെ കളക്ഷൻ അങ്ങനെയല്ല. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഇറ്റ് മേ വാരി. ഓക്കെ, ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. വേറൊരു കളക്ഷൻ ഇതുപോലെ പറയാം നമുക്ക്. ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സയൻറ്റിസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള 10 സയൻറ്റിസ്റ്റുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കാൻ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ ലിസ്റ്റ് തന്നെയാണ് കളക്ഷൻ. ഈ കളക്ഷൻ എന്നൊക്കെ കേട്ടിട്ട് ഇതെന്തോ ഭയങ്കര സംഭവം എന്നാലും വിചാരിക്കുന്നു വേണ്ട. ലിസ്റ്റുകളാണ്, ലിസ്റ്റ് ചെയ്യാൻ. പക്ഷേ മാത്സിൻ്റെ കളക്ഷൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ലിസ്റ്റ് ചെയ്യുക താഴേക്ക് ചെയ്തിട്ടാണ്. പക്ഷേ കളക്ഷൻസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ വേറെ മെത്തേഡ് നമ്മൾ വഴിയെ പറയും. അത് നമ്മൾ കളക്ഷനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കളക്ഷൻ, ദ കളക്ഷൻ ഓഫ് അല്ലെ ലിസ്റ്റ് ഓഫ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സയൻറ്റിസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയോടെയും വന്നു ചേരും. 2 കുട്ടികൾ ഉണ്ടാക്കുന്ന കളക്ഷൻസ് തീർത്തും ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. അപ്പോൾ നമ്മൾ 2 ടേംസാണ് പരിചയപ്പെട്ടത്. ഒന്ന് വെൽ ഡിഫൈൻഡ് കളക്ഷൻ, വേറൊന്ന് കളക്ഷൻസ് വിച്ച് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഐഡിയ മനസ്സിലായിട്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ സെറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഇങ്ങനെയുള്ള വെൽ ഡിഫൈൻഡ് കളക്ഷൻസിൻ്റെ ഒറ്റ വാക്കാണ് സെറ്റ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ്റെ സിംഗിൾ വേർഡ് അല്ലെ ഡെഫിനിഷനാണത് സെറ്റ്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. ഓക്കെ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ നൊട്ടേഷൻസ് ആൻഡ് സിംബൽസ് ആണ്. നൊട്ടേഷൻസ് ആൻഡ് സിംബൽസ്. യൂഷ്വലി a set or elements, we have come across 3 particular words: member, element or object. മൂന്നും ഒരേ ഐഡിയ ആണ്. മെമ്പർ, എലമെൻറ്റ് ഓർ ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇതിലെ 4 മെമ്പേഴ്സ്. നമ്മൾ ആദ്യം ഉണ്ടായ കളക്ഷൻ ഇതായിരുന്നു. ഈ കളക്ഷനിലെ 4 പേര്, ഈ 4 പേരാണ്. ഈ 4 പേരിലേക്കുള്ള പേരാണ് എലമെൻറ്റ്സ്, അംഗങ്ങൾ എന്ന് പറയും. കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയും നമ്മൾ. അതുപോലെ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, ആ കൺസെപ്റ്റ് തന്നെയാണ് ഇത്. നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്കൊന്നും അറിയാത്തതോ വലിയ വലിയ കാര്യമൊന്നും ആരും ധരിക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ 4 പേരുടെയും പേരാണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നൊക്കെ. സോ സെറ്റ്സ് ആർ റിട്ടൺ ഇൻ ബ്രേസസ്. എലമെൻറ്റ്സ് ഓഫ് സെറ്റ്സ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇങ്ങനെയല്ല സെറ്റ് നമ്മൾ സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. സെറ്റ് ഡിഫൈൻ ചെയ്തു. ഇനി സെറ്റ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. സെറ്റ് എഴുതാൻ 2 രീതികളുണ്ട്. അതിന് ആദ്യത്തെ രീതിയുടെ പേര് റോസ്റ്റർ ഫോം എന്നാണ്. റോസ്റ്റർ ഫോം. ഇൻ റോസ്റ്റർ ഫോം the elements of a set are listed or written inside braces. അപ്പോൾ നിങ്ങൾ നോട്ടിൽ
ബ്രേസസ് എന്നുള്ള ഒരു വാക്ക് കണ്ടിട്ടുണ്ട്. അതൊരു പ്രത്യേകതരം ബ്രാക്കറ്റാണ്. ആ ബ്രാക്കറ്റ് തന്നെ എല്ലാവരും ഉപയോഗിക്കണം. ആ ബ്രാക്കറ്റ് കഴിയുന്നത് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ പേരാണ് ബ്രേസസ്. ബ്രേസസ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ് ഇൻസൈഡ് ബ്രേസസ്. ബ്രേസസിൻ്റെ അകത്താണ് എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. എങ്ങനെ വേണം? സെപ്പറേറ്റഡ് ബൈ കോമാസ്. സെപ്പറേറ്റഡ് വെറുതെ വെക്കണം. 1, 2, 5 and 10 എന്നാണ് ഇത് വായിക്കേണ്ടത്. നമ്മൾ വായിക്കുമ്പോൾ ടോൺ ഉണ്ടല്ലോ, 1, 2, 5 and 10. അപ്പോൾ അത് ആ ടോൺ കിട്ടാൻ വേണ്ടി കോമയിട്ട് വേറെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മേസാണ് ഇത് നമ്മളിങ്ങനെ എഴുതുമ്പോൾ കോമ ഇടാതെ ഇങ്ങനെയൊക്കെ എഴുതിപ്പോയാൽ രണ്ടാമതൊരു കക്ഷി ഇത് വായിക്കുമ്പോൾ 12, 5, 10 എന്നൊക്കെ വായിച്ചു പോകും. 12, 5, 10 എന്നൊക്കെ വായിച്ചു പോവും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഈ എലമെൻറ്റ്സിനെ കോമ ഇട്ട് വേർതിരിച്ചാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഈ മെത്തേഡിലെ സെറ്റ് എഴുതുന്നതിനാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, റോസ്റ്റർ ഫോം. Roster form. In a roster form, the elements of a set are listed or written inside braces and are separated by commas. You got it? Okay. Next, naming. നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്. നെയിമിംഗ് ഓഫ് എലമെൻറ്റ്സ്, IUPAC നെയിമിംഗ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലും ഒരു നെയിമിംഗ് പ്രോസസ്സ് ഉണ്ട്. പേര് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് സെറ്റ്സിന് കൊടുക്കുന്ന പേര് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അത് സെറ്റ്സിനെ പറ്റി മലയാളി പഠിച്ചാലും പിന്നെ തമിഴൻ പഠിച്ചാലും നോർത്ത് ഇന്ത്യക്കാരൻ പഠിച്ചാലും ഗ്രീക്കുകാരൻ പഠിച്ചാലും ആര് പഠിച്ചാലും കുഴപ്പമില്ല. സെറ്റ്സിൻ്റെ പേര് എപ്പോഴും ഉപയോഗിക്കുന്നത് അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇനി രണ്ടാമതൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിന് ഏത് പേര് കൊടുക്കില്ല, അതിന് മറ്റൊരു പേര്. നമുക്കൊക്കെ വേറെ ഓരോ പേരുകളില്ലേ, അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി. അതുപോലെ വേറൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് B എന്നും, ഇനി തേർഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതിന് C എന്നൊക്കെ കൊടുത്തോണ്ട് പോകണം. അപ്പോൾ ഇതാണ് നെയിമിംഗ് പ്രൊസീജിയർ. ഓക്കെ, നൗ കംസ് another two symbols. We have another two symbols. One is like this and the other one is like this. These two symbols stand for is a member of. This symbol means is a member of. Is a member of. ഇനി ഈസ് എ മെമ്പർ ഓഫ് എന്ന് എഴുതിയിട്ട് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞാൽ, ഒന്ന് വെട്ടിക്കളഞ്ഞാൽ അത് വായിക്കേണ്ടത് നേരെ ഓപ്പോസിറ്റാണ് വായിക്കേണ്ടത്. ഈസ് നോട്ട് എ മെമ്പർ ഓഫ്. സോ ദിസ് സിമ്പിൾ മീൻസ് ഈസ് എ member of or is an element of or is an object of. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. is not an element of, is not an member of or is not an object of. ഇതൊക്കെയാണ് ഈ സിമ്പിളിൻ്റെ അർത്ഥം. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കും പറഞ്ഞുതരാം. ഇത് ഉപയോഗിക്കുന്നത് കൺസിഡർ ദ സെറ്റ്. ഇപ്പോൾ നമ്മൾ കളക്ഷനൊക്കെ വിട്ടു, നമ്മൾ സെറ്റിലെത്തി. ഇനി നമ്മൾ സെറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. സോ കൺസിഡർ ദ സെറ്റ് A equal to 1, 2, 5, 10. We see that 2 is an element of this set. 1 is an element of this set. 5 is a member of the set. 10 is an object of the set. ഞാൻ 3 വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, 1 is an element of the set, 2 is a member of the set, 5 is an object of the set, and so on. For the first one, about 1 is an element of A. 1 is an element of the set. The set എന്ന് ഞാൻ എഴുതാണ്ട് വിട്ടതാണ്. 1 is an element of the set A. In symbols or using symbols we can write it as 1,
is an element of A. Got it? Got it? 1 is an element of A. This is read as 1 is an element of A, or 1 is an object of A, or 1 is a member of A. Okay, it's the meaning of this symbol. And next, what about 7? What about 7? Is 7 an element of this set? No, no, 7 is not an element of this set. So we write 7. Another fact, we have infinitely many facts here, okay, regarding this set. ഈ സെറ്റിൽ ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയാം എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞത് 1 is an element of this set എന്നാണ്. ഇപ്പം ഞാൻ പറയുന്നത് 7 is not an element of this set. ഇത് പറയാൻ എനിക്കെന്താ റൈറ്റ്? എനിക്ക് റൈറ്റ് ഉണ്ട്, കാരണം ഇതാണ് കളക്ഷൻ. ഇതിൽ ഒരാളുണ്ട് എന്നോ ഇല്ല എന്നോ എനിക്ക് ആരുടെ മുഖത്ത് നോക്കിയിട്ടും വിളിച്ച് പറയാം. സോ ഇനി ഞാൻ വിളിച്ച് പറയുന്നത് എന്താണ്? 7 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. 7 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. ഇൻ സിംബൽസ്, ഹൗ ക്യാൻ വി റൈറ്റ് ഇറ്റ്? How can we write it in symbols? 7. We write 7 first. Okay, 7. Now we want to write not an element. Not an element. We have the short form of not an element as this. 7 is not an element of A. So we have came across two symbols. One element of, and the other one not an element of. Okay, so next, some precautions. You have to take some precautions while writing a set in roster form. Got it? We have to take some precautions while writing a set in roster form. Roster form is set എഴുതുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരുപാടൊന്നുമില്ല, കാര്യമായിട്ട് ഒന്നേ ഉള്ളൂ. നോ എലമെൻറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. ഓക്കെ, റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ഒരു പ്രാവശ്യം എഴുതിയ എലമെൻറ്റിനെ വീണ്ടും എഴുതാൻ പാടില്ല. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു എലമെൻറ്റിന് രണ്ട് പ്രാവശ്യമൊക്കെ ഒരു കളക്ഷനിൽ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ നോട്ടുന്ന എക്സാമ്പിൾ തന്നെ എടുക്കുക. കൺസിഡർ ദ വേർഡ് അസാസിനേഷൻ. അസാസിനേഷൻ, അസാസിനേഷൻ. രാവിലെ തന്നെ പറയുന്നത് കൊലപാതക കൃത്യമാണ്. കൊലപാതകം, അസാസിനേഷൻ. പക്ഷേ ഈ വാക്ക് നല്ലൊരു മോഡൽ വേർഡാണ്. പ്രവർത്തിക്കാനല്ല, പഠിക്കാൻ, സെറ്റ്സൊക്കെ പഠിക്കാൻ നല്ലൊരു വാക്കാണിത്, അസാസിനേഷൻ. ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എത്ര അക്ഷരങ്ങളുണ്ട് ഇതിൽ? 1 2 3 4 5 6 7 8 9 10 11 12 13 13 അക്ഷരങ്ങളുണ്ട്. അതിൽ ആദ്യം വരുന്ന അക്ഷരം ഏതാണ്? എ. എ എത്ര പ്രാവശ്യം വരുന്നു? 1 2 3. 3 പ്രാവശ്യം എ വരുന്നു. അവിടെ എഴുതുന്നത് ഒരു പ്രാവശ്യം. ഈ വാക്കിൽ ഉപയോഗിച്ച അക്ഷരങ്ങൾ ഏതൊക്കെ എന്നൊരാളോട് ചോദിച്ചാൽ എ എ എ എസ് 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 നമ്മൾ പറയില്ല. ഇതിൽ ഉപയോഗിച്ച അക്ഷരം ഏതൊക്കെയാണ്? എ ഉപയോഗിച്ചിട്ടുണ്ട്, എസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഐ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ ഉപയോഗിച്ചിട്ടുണ്ട്, ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഒ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്ര നമ്മൾ പറയുള്ളൂ. അല്ലാണ്ട് എ 3 പ്രാവശ്യം പറയും, എസ് 4 പ്രാവശ്യം പറയേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം അത്യാവശ്യമുള്ളത് മാത്രമേ പറയാവൂ. അപ്പോൾ എ ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം എന്നുള്ളത് ഇവിടെ റെലവൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. സോ എ ഈസ് യൂസ്ഡ്. നെക്സ്റ്റ്, S is used, I is used, N is used, A is already taken. Next comes P is used, I already taken. Next new element is O is taken. So the letters used in this word are A, S, I, N, T, O. Then use braces. So let us name this set as P. So the set P equal to
set of 6 letters. They are set A, S, I, N, T, O. That means one element is written only once. ഒരു അക്ഷരം ഒരു പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് റോസ്റ്റർ ഫോമിൽ ഒരു സെറ്റ് എഴുതുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു എലമെൻ്റ് പോലും റിപ്പീറ്റ് ചെയ്യാൻ, ആവർത്തിക്കാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിലെ എലമെൻസിൻ്റെ ക്രമത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്നാണ്. ഈ ക്രമം ചെയ്യണമെന്നില്ല, മനസ്സിലായോ? വേണമെങ്കിൽ എസ് ആദ്യം ചെയ്തിട്ട് ഈ എസ് ആദ്യം എഴുതി എ അവസാനം വേണമെങ്കിൽ എഴുതാം. ഏത് ക്രമത്തിലും എഴുതാം. ദ ഓർഡർ ഇൻ വിച്ച് ദ എലമെൻറ്റ്സ് ആർ ലിസ്റ്റഡ് ഹാസ് നോ ഇമ്പോർട്ടൻസ് ഓർ ഇറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് അറ്റ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് collection, well-defined collection, definition of a set, the two symbols for belongs to and does not belongs to, and the special precaution to be taken while writing a set in roster form. ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൻ്റെ അസൈൻമെൻറ്റ്സും തൽക്കാലം തരുന്നില്ല, പക്ഷിയും തരുന്നില്ല, തരുമ്പോൾ പിന്നെ തരും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് വായിച്ചതിന് ശേഷം വിളിക്കുക. ഓൾ ദ ബെസ്റ്റ്.